എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീടുകളിലെ 10 ലക്ഷം കിലോ സ്വർണം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രം നിർത്തലാക്കിയ പഴയ പദ്ധതി വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2015 തുടങ്ങി കഴിഞ്ഞ വർഷം നിർത്തലാക്കിയ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ വീണ്ടും കൊണ്ടുവരുന്നത്. ഇന്ത്യൻ വീടുകളിലെ 10 ലക്ഷം കിലോ സ്വർണം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ മുൻപ് നിർത്തലാക്കിയ സ്വർണം പണമാക്കൽ പദ്ധതിയാണ് ഇതിനായിട്ട് വീണ്ടും കൊണ്ടുവരുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രാജ്യത്തിന്റെ സ്വർണം ഇറക്കുമതി ചെലവ് കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് 2015 തുടങ്ങിക്കഴിഞ്ഞ വർഷം നിർത്തലാക്കിയ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ആരംഭിക്കുന്നത്. എക്കണോമിക്സ് ടൈംസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളാണ് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം വീണ്ടും കൊണ്ടുവരുമെന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതാണ്. 10 ലക്ഷം കിലോ സ്വർണം ഇത്തരത്തിൽ ശേഖരിക്കുവാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ബാങ്കുകളോടൊപ്പം തന്നെ ഇക്കുറി ജുവലറികളെയും പദ്ധതിയുടെ ഭാഗമാക്കുന്നതാണ്. കഴിഞ്ഞ തവണ ബാങ്കുകൾക്ക് മാത്രമാണ് സ്വർണം ശേഖരിക്കുവാൻ അനുമതി ഉണ്ടായിരുന്നത്. സ്വർണം വിപണിയിലേക്ക് എത്തിക്കുന്നതിലൂടെ ഇറക്കുമതി കൂട്ടുവാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 7240 കോടി രൂപയാണ് സ്വർണം ഇറക്കുമതിക്കായിട്ട് സർക്കാർ ചെലവഴിച്ചത്. ഇന്ത്യൻ വീടുകളിലെ സ്വർണം വിപണിയിലെത്തിച്ചാൽ ഇതിന്റെ വലിയൊരു അളവ് വരെ കുറവ് വരുത്തുവാൻ കഴിയുമെന്നാണ് കേന്ദ്രം വിശദമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡ് മോണിറ്റൈസേഷൻ പദ്ധതിയുടെ രീതി നമുക്ക് പരിശോധിക്കാം. 10 ഗ്രാം മുതൽ തൂക്കമുള്ള സ്വർണം പദ്ധതി പ്രകാരം നിക്ഷേപിക്കുവാൻ സാധിക്കുമായിരുന്നു. ഇതിന് കേന്ദ്ര സർക്കാർ പലിശയും നൽകുന്നതാണ്. പിന്നീട് കാലാളവ് പൂർത്തിയായി തിരിച്ചെടുക്കുമ്പോൾ വിപണി വിലയോ പകരം സ്വർണമോ നൽകുന്നതാണ്. എന്നാൽ വെറും 98 ടൺ സ്വർണത്തിനാണ് കഴിഞ്ഞ തവണ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ എത്തിയത്. ഇതിനോടൊപ്പം തന്നെ സ്വർണത്തിന്റെ വില ഉയർന്നത് കേന്ദ്ര സർക്കാരിന്റെ പലിശ ചെലവ് വർദ്ധിക്കുവാനും ഇടയാക്കി. വലിയ സാമ്പത്തിക ബാധ്യത പദ്ധതി മൂലം ഉണ്ടായതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പദ്ധതി നിർത്തലാക്കിയത്. ഇത്തവണ കൂടുതൽ ആകർഷകമായിട്ടുള്ള രീതിയിൽ പദ്ധതി അവതരിപ്പിക്കുവാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. സാധാരണക്കാർക്ക് സ്വർണത്തിൽ നിന്നും പലിശ വരുമാനം നേടുവാനുള്ള അവസരം കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.